ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പെർലൈറ്റിനെ പറ്റിയാണ്. എന്താണ് പെർലൈറ്റ്? പെർലൈറ്റ് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ഇന്നത്തെ വീഡിയോ. പെർലൈറ്റ് എന്ന് പറഞ്ഞാൽ വെളുത്ത നിറമുള്ള ഒരു ഭാരം കുറഞ്ഞ ഗ്രാനുലർ മെറ്റീരിയലാണ്. ഇത് ചെറിയ പോളിസ്റ്റൈറൻ കഷ്ണങ്ങൾ പോലെ കാണപ്പെടുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഒരു വോൾക്കാനിക് ഗ്ലാസിൽ നിന്നും വികസിപ്പിച്ചെടുത്തതാണ്. 1000 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കി അതിൻ്റെ യഥാർത്ഥ വലുപ്പത്തിൻ്റെ പല മടങ്ങ് വരെ വികസിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് പെർലൈറ്റിൻ്റെ ഭാരം കുറഞ്ഞതും സുഷിരങ്ങളുള്ളതുമായ ഘടന സൃഷ്ടിക്കുന്നു. ഇത് നമ്മുടെ പൂന്തോട്ടത്തിലെ മണ്ണിലൊക്കെ ചേർക്കുമ്പോൾ ചെടികൾക്ക് പലതരത്തിലുള്ള ഗുണങ്ങൾ കിട്ടുന്നു. വേണ്ട വിധത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ചെടികളൊക്കെ നല്ല ഹെൽത്തിയായി വളരാനും ഉള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഇതുകൊണ്ട് നമ്മുടെ പൂന്തോട്ടത്തിലെ ചെടികൾക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുന്നതെന്ന് അറിയാമോ? ശരിക്കും പറഞ്ഞാൽ ഈ പെർലൈറ്റ് ഒരു വളമാണ് അല്ല. പെർലൈറ്റ് ഒരു വളമല്ല, മറിച്ച് ഇത് ചെടികൾക്ക് നിരവധി നേട്ടങ്ങൾ നൽകുന്നുണ്ട്. അതിലൊന്നാണ് ഡ്രെയിനേജ് ഫെസിലിറ്റി മെച്ചപ്പെടുത്തുന്നത്. പെർലൈറ്റിൻ്റെ പോറസ് ഘടന വെള്ളം തങ്ങി നിൽക്കുന്നത് തടയുന്നു. അതുകൊണ്ട് തന്നെ ഈ ചെടികൾക്ക് ഉണ്ടാകുന്ന വേര് ചെയ്യുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ചെടികളെ രക്ഷപ്പെടുത്തുന്നു. മറ്റൊന്നാണ് എയർ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നു. പെർലൈറ്റിൻ്റെ ഈ വായു അറകൾ വേരുകൾക്ക് മികച്ച വായുസഞ്ചാരം നൽകുന്നു. ഇത് വേരുകൾ നല്ല സ്ട്രോങ് ആവുകയും ഇത് ചെടികളുടെ ഹെൽത്തി ആയിട്ടുള്ള ഗ്രോത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നെ ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നു. പെർലൈറ്റിന് വെള്ളം പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ട്. ചെടികൾക്ക് ആവശ്യമുള്ള സമയത്ത് ചെടികൾക്ക് ഇതിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കാനും കഴിയും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നനയ്ക്കേണ്ട ആവശ്യകതയും കുറയുന്നു. പിന്നെ ഇത് ഇളം തൈകളുടെ വളർച്ചയ്ക്ക് വളരെ സഹായകമാണ്. കാരണം മികച്ച ഡ്രെയിനേജും വായുസഞ്ചാരവും ഉള്ളതുകൊണ്ട് തന്നെ. പിന്നെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുമ്പോൾ പീറ്റ് മോസ്, ചകിരിച്ചോറ്, വെർമിക്കുലേറ്റ്, കമ്പോസ്റ്റ് എന്നിവയുടെ കൂടെ പെർലൈറ്റ് ചേർക്കാവുന്നതാണ്. മണ്ണിലെ pH ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനും ഇത് സഹായിക്കുന്നു. മണ്ണിൽ കൂടി വരുന്ന കീടങ്ങളും അനാവശ്യ കളകളും ഒക്കെ വളരുന്നതിൽ നിന്നൊക്കെ ഇത് തടയുന്നു. ഇത് കണ്ടെയ്നർ ഗാർഡനിങ്ങിനും കനത്ത മണ്ണ് മാറ്റുന്നതിനൊക്കെ അനുയോജ്യമാണ്. ഇത് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്ത് റീയൂസ് ചെയ്യാനും കഴിയും. ഇതൊക്കെയാണ് പെർലൈറ്റിൻ്റെ ഉപയോഗങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.